പിലാത്തറയിൽ സ്വർണ്ണ വ്യാപാരിയുടെ കാർ തട്ടിയെടുത്ത് കവർച്ച നടത്തിയ സംഭവത്തിൽ നേരത്തെ നടന്ന 2 കേസുകളുമായി ബന്ധമുണ്ടെന്ന സംശയത്തിൽ അന്വേഷണ സംഘം. മുൻപ് നടന്ന കഞ്ചാവ് കടത്തും കള്ളപ്പണ ഇടപാടും ഉൾപ്പെടെയുള്ള കേസുകളുമായി ബന്ധമുണ്ടോ എന്നാണ് പരിശോധിച്ചു വരുന്നത്. കഴിഞ്ഞ ദിവസമാണ് പിലാത്തറയിൽ സ്വർണ്ണ വ്യാപാരിയും കുടുംബവും സഞ്ചരിച്ച കാർ തട്ടിയെടുത്ത് ആഭരണങ്ങൾ കവർന്നത്. സംഭവത്തിന് പിലാത്തറയിൽ നേരത്തെ നടന്ന 2 കേസുകളുമായി ബന്ധമുണ്ടോ എന്ന സംശയമാണ് ശക്തമാകുന്നത്. സംഭവത്തിൽ വ്യാപക അന്വേഷണം ആരംഭിച്ച പോലീസ് മുൻപ് നടന്ന കഞ്ചാവ് കടത്തും കള്ളപ്പണ ഇടപാടും ഉൾപ്പെടെയുള്ള കേസുകളുമായുള്ള ബന്ധം പരിശോധിച്ചു വരികയാണ്. തലശ്ശേരി ചിറക്കരയിൽ താമസിക്കുന്ന മഹാരാഷ്ട്ര സാംഗ്ലി സ്വദേശി കുമാർ ജലീന്ദർ നിഗം, ഭാര്യ, 2 മക്കൾ, സുഹൃത്ത് സച്ചിൻ എന്നിവർ സഞ്ചരിച്ച കാറാണ് അജ്ഞാത സംഘം തട്ടിയെടുത്തത്. പിന്നീട് കാർ പിലാത്തറ സഹകരണ കോളേജിന് സമീപത്തെ ഒഴിഞ്ഞ പറമ്പിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. കാറിന്റെ സീറ്റുകൾ ഉൾപ്പെടെ കുത്തിക്കീറിയ നിലയിലായിരുന്നു. വാഹനത്തിലുണ്ടായിരുന്ന വസ്ത്രങ്ങളും മറ്റു സാധനങ്ങളും വാരി വലിച്ചിട്ട നിലയിലും. ഇതിനിടെ കുമാറിന്റെ ഭാര്യ ധരിച്ചിരുന്ന ഏകദേശം 25 ഗ്രാം സ്വർണ്ണാഭരണങ്ങൾ സംഘം കവർന്നതായും പരാതിയുണ്ട്. സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ച സംഘത്തിന് നേരത്തെ പിലാത്തറയിൽ പിടിയിലായ കഞ്ചാവ് കടത്ത് സംഘവുമായി ബന്ധമുണ്ടോ എന്ന സംശയത്തിലാണ് പോലീസ്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് കാറിൽ കടത്തുകയായിരുന്ന ഏകദേശം 80 ലക്ഷം രൂപയും പോലീസ് പിടിച്ചെടുത്തിരുന്നു. ഈ സംഭവങ്ങളിലെ ചില വ്യക്തികൾക്ക് സ്വർണം തട്ടിപ്പറിക്കുന്ന സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന വിവരവും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മുൻ കേസുകളിലെ പ്രതികളെയും അവരുടെ ബന്ധങ്ങളെയും കേന്ദ്രീകരിച്ചാണ് ഇപ്പോഴത്തെ അന്വേഷണം പുരോഗമിക്കുന്നത്. അതേസമയം കവർച്ചയ്ക്കിരയായ സ്വർണ്ണ വ്യാപാരിയും സംഭവവുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ മറച്ചുവെക്കുന്നുണ്ടോ എന്ന സംശയവും അന്വേഷണ സംഘത്തിനുണ്ട്. കേസിന്റെ അന്വേഷണം ജില്ലാ പോലീസ് മേധാവിയുടെയും പയ്യന്നൂർ ഡിവൈഎസ്പിയുടെയും നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിന് കൈമാറിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.